പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കണ്ണൂരിലെ ലത്തീൻ സഭാ നേതൃത്വവുമായി ആശയവിനിമയത്തിന് കെ.വി. തോമസ്. കണ്ണൂർ രൂപത ആസ്ഥാനത്ത് ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതലയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. സഭാ നേതൃത്വത്തിന്റെ പിന്തുണ ഉറപ്പാക്കാനാണ് സന്ദർശനമെന്ന് വിലയിരുത്തലുണ്ടെങ്കിലും ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലെന്നും വ്യക്തിപരമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിഷപ്പിനെ കണ്ടതെന്നുമാണ് കെ.വി. തോമസ് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചത്. വേറെ പരിപാടികളുണ്ടായിരുന്നു, അവനെ കണ്ടിട്ട് കൂടിക്കാഴ്ച ഒരു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ്. എപ്പോഴും കഴിഞ്ഞ മാസം വന്നതല്ലേ. നിൽക്കുന്ന സഭാ നേതൃത്വത്തെ അത് നിങ്ങളുടെ ഭാഷ നല്ല ഇവിടുത്തെ കുറുപ്പശ്ശേരി പിതാവ് ഞങ്ങളൊരു കുടുംബാംഗങ്ങളാണ്, ഒരേ ഫാമിലിയാണ്. അപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് പിതാവിനൊന്ന് കാണുക, കോഴിക്കോട്ടേക്ക്. ഈ രാഷ്ട്രീയ ഉദ്ദേശങ്ങളും ഒന്നുമില്ല, തികച്ചും വ്യക്തിപരമായിട്ടാണ്. അർജുൻ കല്യാടും ലേബി സജീന്ദ്രനുമാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി അർജുൻ കല്യാട്, ഇതാ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവുകയാണ്. ആശയവിനിമയം നടത്തുന്നു ലത്തീൻ സഭയുമായി കെ.വി. തോമസ്. കണ്ണൂരിൽ എത്തിയിരിക്കുന്നു. ഡോക്ടർ അലക്സ് വടക്കുംതലയെ തന്നെ കാണുകയാണ്. എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം എന്നത് സ്വാഭാവികമായ സംശയമുണ്ട്. വ്യക്തിപരമായ സന്ദർശനം എന്ന് പറയുമ്പോഴും തീർച്ചയായും അതിലൊരു രാഷ്ട്രീയം കാണേണ്ടതുണ്ടോ? വിനീത, തീർച്ചയായിട്ടും കെ.വി. തോമസ് വ്യക്തിപരമായ സന്ദർശനമാണ്, മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല എന്നുള്ള പ്രതികരണം നടത്തുന്നുണ്ട് എങ്കിൽ കൂടി ഇത്തരമൊരു കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനും നിലവിലുള്ള സർക്കാരിനും സഭയുടെ ലത്തീൻ സഭയുടെയൊക്കെ പിന്തുണ ഉറപ്പാക്കുക എന്ന് തന്നെയാണ് ഇതിന് പിന്നിലുള്ള ലക്ഷ്യം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ട ഒരു സാഹചര്യമുണ്ട്. അതിനൊക്കെ പിന്നാലെയാണ് സഭാ നേതൃത്വങ്ങളുമായി ആശയവിനിമയം നടത്താൻ വേണ്ടി കെ.വി. തോമസിനെ പ്രത്യേകമായി നിയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ഉച്ചയ്ക്ക് കണ്ണൂരിലെത്തിയിട്ടുള്ള കെ.വി. തോമസ് ഫാദർ വടക്കുംതല പിതാവുമായി കണ്ടതിന് ശേഷം പിന്നീട് കോഴിക്കോട്ടേക്ക് പോകുന്നത്. ഇത്തരത്തിൽ വിവിധ സഭാ ആസ്ഥാനങ്ങളിലേക്ക് എത്തി സഭാ നേതൃത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പദ്ധതി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് കെ.വി. തോമസ് ഇത്തരം ഒരു കൂടിക്കാഴ്ചകൾക്ക് തയ്യാറാവുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും ഈ പറയുന്ന ഇടഞ്ഞു നിൽക്കുന്ന പല വിഷയങ്ങളിലും നേരത്തെ സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള സഭാ നേതൃത്വങ്ങളുണ്ട്. എന്നാൽ പിന്നീട് പല ഘട്ടങ്ങളിലും സർക്കാരിൻ്റെ നിലപാടിനെ അംഗീകരിക്കുകയും ഈ ഏറ്റവും അവസാനം JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ട നടപടിയിലുൾപ്പെടെ സർക്കാരിനോട് അനുകൂലമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പല വിഷയങ്ങളിലും ഇടഞ്ഞും പലപ്പോഴും അനുകൂലിച്ചുമൊക്കെ സഭാ നേതൃത്വം രംഗത്തെത്തുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഭയുടെ പൂർണ്ണമായ പിന്തുണ ഉറപ്പാക്കുക എന്ന് തന്നെയാണ് കെ.വി. തോമസിൻ്റെ ഈ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും അല്പസമയം മുൻപാണ് അദ്ദേഹം ഈ കൂടിക്കാഴ്ച കഴിഞ്ഞ് കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് മടങ്ങിയത്. അദ്ദേഹം അലക്സ് വടക്കുംതല പിതാവുമായി കൂടിക്കാഴ്ച നടത്തുകയും സംസാരിക്കുകയും ചെയ്തു. ഏകദേശം അരമണിക്കൂറിലധികം സമയം അദ്ദേഹം സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട്ടേക്ക് മടങ്ങിയിട്ടുള്ളത്. വിനീത, ശരി, ലേബി സജീന്ദ്രൻ കൂടി ചേരുകയാണ് വിലയിരുത്തലുമായി. ലേബി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സഭാ നേതൃത്വത്തിൽ പല സഭകൾക്കും വലിയ വിയോജിപ്പുണ്ട്. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ചില അകൽച്ചയൊക്കെയുണ്ട്. അവരെ കൂടി അനുനയിപ്പിച്ച് കൂടെ കൊണ്ടുവരിക എന്ന ദൗത്യമാണോ ഇപ്പോൾ കെ.വി. തോമസിനുള്ളത്? അതോ അദ്ദേഹം മത്സരരംഗത്തേക്ക് വരുമെന്ന് കേൾക്കുന്നുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വേണമോ ഈ കൂടിക്കാഴ്ചയെ നമ്മൾ വിലയിരുത്താൻ? വിനീത, തീർച്ചയായും കെ.വി. തോമസിന്റെ ഇപ്പോഴത്തെ കണ്ണൂർ ബിഷപ്പിനെ കണ്ടത് ഒരിക്കലും വ്യക്തിപരമെന്ന് കരുതാനാകില്ല. കാരണം ഇന്ന് 3 മണിക്ക് അദ്ദേഹം കണ്ണൂർ ബിഷപ്പിനെ, നാളെ രാവിലെ 10 മണിക്ക് കോഴിക്കോട് ബിഷപ്പിനെയും കാണുന്നുണ്ട്.